ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. പ്ലാന്റ്സ് ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത് ഗ്രീൻസ് ആൻഡ് ബ്ലൂംസ് എന്നാണ്. ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ മുമ്പും പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഫെലനോപ്സിസിൻ്റെ പ്ലാന്റ്സ് ആണ് വാങ്ങിച്ചത്. ഈ പ്രാവശ്യം ഡെൻഡ്രോബിയത്തിൻ്റെ 5 മെച്യൂർഡ് പ്ലാന്റ്സും മൊക്കാറയുടെ 2 മെച്യൂർഡ് പ്ലാന്റ്സും അങ്ങനെ മൊത്തം 7 പ്ലാന്റ്സ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. മൊക്കാറയുടെ പ്ലാന്റ്സ് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. പ്ലാന്റ്സ് അവിടെ നിന്ന് അയച്ച് എനിക്ക് പിറ്റേ ദിവസം തന്നെ ഇവിടെ കിട്ടി. എല്ലാ പ്ലാന്റ്സും നന്നായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മൊക്കാറയുടെ പ്ലാന്റ്സ് അത്യാവശ്യം നല്ല ഈസി ടു കെയർ ഓർക്കിഡ്സ് ആയതുകൊണ്ടും പിന്നെ നമ്മുടെ ക്ലൈമറ്റിന് ബെസ്റ്റ് സ്യൂട്ടബിൾ ആയതുകൊണ്ടും ഇതിൻ്റെ പ്ലാന്റ്സ് ഞാൻ കുറച്ച് നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഈ എല്ലാ പ്ലാന്റ്സും അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിന് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ പ്ലാന്റ്സ് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓരോ പ്ലാന്റ്സും എങ്ങനെയുണ്ടെന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത്. ഡെൻഡ്രോബിയത്തിൻ്റെ ബ്ലൂ പ്ലാനറ്റ്. ആ ഒരു ഐഡിയയിൽ വരുന്ന നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണിത്. 2-3 ഹെൽത്തി ആയിട്ടുള്ള ഷൂട്ട്സും ലൈറ്റ് ഗ്രീൻ കളർ ലീവ്സും റൂട്ട്സും ഒക്കെ ആയിട്ട് ഒരു നല്ല പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബ്ലൂ പ്ലാനറ്റ് എൻ്റെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ്. ലൈറ്റ് ബ്ലൂയിഷ് വയലറ്റ് കളറിൽ നല്ല സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല വലിയ പൂക്കളാണ് ഈ പ്ലാന്റിൻ്റേത്. ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുമ്പത്തെ പ്ലാന്റിൻ്റെ ഫ്ലവർ പിക്ചറാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. എനിക്ക് ഈ പ്ലാന്റിന് റേറ്റ് ആയത് 240 രൂപയാണ്. പ്ലാന്റിൻ്റെ റെഫറൻസ് പിക്കും ഐഡിയും ഇതാണ് വരുന്നത്. നമ്മുടെ അടുത്ത പ്ലാന്റിൻ്റെ ഐഡി വരുന്നത് ടോങ്ചായ് ഗോൾഡ് 3 ലിപ്പ് എന്നാണ്. 3-4 ഹെൽത്തി ആയിട്ടുള്ള ഷൂട്ട്സും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സും ഒക്കെ ആയിട്ട് ഒരു നല്ല പ്ലാന്റ് തന്നെയാണ് ഇതും. നമ്മുടെ സാധാരണ ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവേഴ്സിൽ കാണുന്ന ആ ഒരു സിംഗിൾ ലിപ്പിന് പകരം ഇതിൻ്റെ ഫ്ലവേഴ്സിൽ 3 ലിപ്സ് അഥവാ ലേബലം ആ ഒരു പാറ്റേൺ വരുന്നത് കൊണ്ടാണ് ഈ പ്ലാന്റിന് ടോങ്ചായ് ഗോൾഡ് 3 ലിപ്പ് ആ ഒരു പേര് വന്നിട്ടുള്ളത്. ഫ്ലവേഴ്സിന് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ വന്നിട്ട് സെൻറ്ററിൽ ലിപ്പിലായിട്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള റെഡിഷ് മെറൂൺ ഷെയ്ഡ് വരുന്ന കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് ഈ പ്ലാന്റിൻ്റെയും. ഈ മൂന്നാമത്തെ പ്ലാന്റ് ഡെൻഡ്രോബിയത്തിൻ്റെ ബ്ലാക്ക് സ്പൈഡർ ആ ഒരു ഐഡിയയിൽ വരുന്ന നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. ഇതൊരു ആൻറ്റിലോപ്പ് ടൈപ്പ് ട്വിസ്റ്റഡ് വെറൈറ്റി ആണ്. 3-4 വലിയ ഷൂട്ട്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് സിസ്റ്റവും ഒക്കെ ആയിട്ട് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു ബ്ലാക്ക് സ്പൈഡർ ഞാൻ അങ്ങനെ കോമൺ ആയിട്ട് വേറെ എവിടെയും അങ്ങനെ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പേര് കണ്ടപ്പോഴും പിന്നെ ഇതിൻ്റെ ഫ്ലവർ പിക്ചറിൻ്റെ ഭംഗി കണ്ടിട്ടും ആണ് ഞാൻ ഈ പ്ലാന്റ് ഓർഡർ ചെയ്തത്. മെറൂണിഷ് ബ്ലാക്ക് ഷെയ്ഡിൽ നല്ലൊരു ഗ്ലോസി ഫിനിഷിങ് വരുന്ന കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഈ ബ്ലാക്ക് സ്പൈഡറിൻ്റെ. അപ്പോൾ ഈ ഒരു പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് 240 രൂപയാണ്. നമ്മുടെ അടുത്ത പ്ലാന്റിൻ്റെ ഐഡി വരുന്നത് ഡെൻഡ്രോബിയം സ്വീറ്റ് ഏഞ്ചൽ എന്നാണ്. അത്യാവശ്യം നല്ല വലിയ ഷൂട്ട്സും റൂട്ട്സും ഒക്കെ ആയിട്ട് ഒരു നല്ല പ്ലാന്റ് തന്നെയാണ് ഇതും. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഡെൻഡ്രോബിയത്തിൻ്റെ ഡ്രാഗൺ വെറൈറ്റീസിൻ്റെ ഫ്ലവേഴ്സ് പോലെ അത്യാവശ്യം നല്ല വലിയ ഫ്ലവേഴ്സാണ്. ഒരു സെമി ഡ്രാഗൺ എന്നൊക്കെ പറയാം. പ്ലാന്റിൻ്റെ റെഫറൻസ് പിക്കും ഐഡിയും ഇതാണ്. ഇനി നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ അവസാനത്തെ പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. ഈ പ്ലാന്റിൻ്റെ ഐഡി വരുന്നത് ഡ്രാഗൺ സ്മൈൽ എന്നാണ്. നമ്മൾ ഇത്ര നേരം കണ്ട പ്ലാന്റ്സിനെ അപേക്ഷിച്ച് ഈ പ്ലാന്റിന് ഒരു കോമ്പാക്റ്റം ടൈപ്പ് ബുഷി സ്ട്രക്ചറാണ്. ലൈറ്റ് ഗ്രീൻ കളർ ലീവ്സ് ഒക്കെ ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഡെൻഡ്രോബിയത്തിൻ്റെ ഡ്രാഗൺ വെറൈറ്റീസിൻ്റെ പ്രത്യേകത പറയുമ്പോൾ നോർമൽ ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവേഴ്സിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഫ്ലവർ സൈസ് കുറച്ചും കൂടി വലുതായിരിക്കും. ഇതിൻ്റെ ഫ്ലവേഴ്സിൽ നല്ലൊരു വൈബ്രൻറ്റ് മജന്ത പിങ്ക് ബോർഡർ വന്നിട്ട് സെൻറ്ററിൽ ലിപ്പിലായിട്ട് നല്ലൊരു വൈറ്റ് ഷെയ്ഡ് വരുന്ന കാണാൻ നല്ല രസമുള്ള പൂക്കളാണ്. അപ്പോൾ ഈ ഡ്രാഗൺ വെറൈറ്റീസിൻ്റെ എല്ലാ പ്ലാന്റ്സിനും വേറെ പല ഓൺലൈൻ ഗ്രൂപ്പിലും അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. നമ്മൾ ഇത്ര നേരം കണ്ട ഡെൻഡ്രോബിയത്തിൻ്റെ എല്ലാ പ്ലാന്റ്സിനും ഓരോ പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് 240 രൂപ തന്നെയാണ്. ഇനി നമുക്ക് മൊക്കാറയുടെ പ്ലാന്റ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് മൊക്കാറയുടെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ലീവ്സും റൂട്ട്സും ഒക്കെ ആയിട്ട് ഒരു നല്ല പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ മൊക്കാറയുടെ പ്ലാന്റ്സ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. 4 പ്ലാന്റ്സ് ഉണ്ടായിരുന്നതിൽ നല്ല ഭംഗിയുള്ള 2 കളേഴ്സ് നോക്കിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തെടുത്തത്. പിന്നെ സാധാരണ മൊക്കാറ ഓൺലൈൻ ഗ്രൂപ്പിലൊക്കെ ടോപ്പ് കട്ടിങ്സ് മാത്രമായിട്ടാണ് സെയിലിനുണ്ടാവാറ്. ഇത് പ്ലാന്റ് പ്ലാസ്റ്റിക് പോട്ടോട് കൂടിയിട്ടായിരുന്നു. ഈ പ്ലാസ്റ്റിക് പോട്ടിൽ കുറച്ച് ഡെഡായിട്ടുള്ള റൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പ്ലാന്റിൻ്റെ അടിഭാഗം ഈ പോട്ടിൻ്റെ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത ശേഷമാണ് പ്ലാന്റ് റീപ്പോർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ പ്ലാന്റ് ശരിയായ രീതിയിലാണ് റീപ്പോർട്ട് ചെയ്യണമെങ്കിൽ പ്ലാന്റ് പിടിച്ചു കിട്ടാൻ ജസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള 2 റൂട്ട്സ് മാത്രം മതി. പ്ലാന്റിൻ്റെ ഐഡിയും റെഫറൻസ് പിക്കും ഇതാണ്. ഇനി നമുക്ക് മൊക്കാറയുടെ അടുത്ത പ്ലാന്റ് എങ്ങനെയുണ്ട് നോക്കാം. മൊക്കാറയുടെ ഓമിയായി ഓറഞ്ച് ആ ഒരു ഐഡിയയിൽ വരുന്ന നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ്.
അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ നേരത്തെ കണ്ട പ്ലാന്റിനേക്കാളും കുറച്ചും കൂടി വലിയ പ്ലാന്റ് ആയിരുന്നു. പിന്നെ ഈ പ്ലാന്റിൽ ഒരുപാട് റൂട്ട്സ് ഉണ്ടായിരുന്നു. അതിൽ എല്ലാ റൂട്ട്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് ആയിരുന്നു. പിന്നെ മൊക്കാറ ഓരോ പ്ലാന്റിൻ്റെയും വെറൈറ്റി അനുസരിച്ച് പ്ലാന്റിൻ്റെ സൈസിലും വ്യത്യാസം വരും. പിന്നെ നമ്മൾ വാൻഡയുടെ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഹാങ്ങർ ഈ 2 പ്ലാന്റ്സിൻ്റെ കൂടെയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞ് 2 ദിവസം പ്ലാന്റ്സ് ഹാങ് ചെയ്തിട്ട ശേഷം 3-ാമത്തെ ദിവസമാണ് പ്ലാന്റ്സ് റീപോർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ 2 മൊക്കാറുടെ പ്ലാന്റ്സിനും ഓരോ പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് 540 രൂപയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ ഐഡിയും റെഫറൻസ് പിക്കും. അപ്പോൾ ഈ 2 പ്ലാന്റ്സും ഞാൻ മൺചട്ടിയിലാണ് റീപോർട്ട് ചെയ്തത്. ഒരു പഴയ PVC പൈപ്പ് 2ആയിട്ട് കട്ട് ചെയ്ത് 2 ചട്ടിയിലായിട്ട് വെച്ച് കരിയും ഓടിൻ്റെ കഷ്ണങ്ങളും കൊണ്ട് ഫില്ല് ചെയ്ത് പിന്നെ ഈ പ്ലാന്റും ഈ പൈപ്പും തമ്മിൽ ഒരു ചെറിയ വയറ് കൊണ്ട് ടൈ ചെയ്ത് അങ്ങനെയാണ് ഈ പ്ലാന്റ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ 2 പ്ലാന്റ്സിൻ്റെയും അടിഭാഗം പോട്ടിംഗ് മീഡിയത്തിലേക്ക് ഒരുപാട് താഴ്ത്തി വയ്ക്കാതെ ജസ്റ്റ് ഒരു പൊടിക്ക് മാത്രം കരിടുള്ളിലേക്കായിട്ട് വെച്ചു കൊടുത്ത് പ്ലാന്റ്സ് ഒട്ടും അനങ്ങാത്ത വിധത്തിലാണ് ഈ പ്ലാന്റും പൈപ്പും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 പ്ലാന്റ്സിലും പുതിയ റൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ വന്നതിന് ശേഷമുള്ള അപ്ഡേറ്റും കാര്യങ്ങളും പിന്നീട് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല അഫോർഡബിൾ റേറ്റിൽ ഇവരെ കയ്യിൽ നിന്ന് പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്